വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പോലീസിന്റെ വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പ്രതിയായ CPM പ്രവർത്തകനെ രക്ഷിക്കാൻ പോലീസ് തെളിവുകൾ നശിപ്പിച്ചുവെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. പ്രതിയെ വെറുതെ വിടാനിടയായ സാഹചര്യം ഗൗരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. അതേസമയം കേസിൽ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങി. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ ബലാത്സംഗം, കൊലപാതക കുറ്റങ്ങൾ തെളിയിക്കാനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി പ്രതി അർജുനെ വെറുതെ വിട്ടത്. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. തുടർന്നാണ് കേസിൽ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ DGPയുടെ അനുമതി തേടിയത്. അതേസമയം കേസിൽ പോലീസ് തെളിവുകൾ നശിപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രതിയായ CPIM പ്രവർത്തകനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. കേസിലെ തുടർ നടപടികളിൽ കുട്ടിയുടെ കുടുംബത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്നും BD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. മനഃപൂർവ്വമായി പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തെളിവ് നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പ്രതിവാദ അഭിഭാഷകൻ പറഞ്ഞാണ് DYFIക്കാരനാണെന്നുള്ളതിന് തെളിവുണ്ട്, വേറെ ഒന്നിനും തെളിവില്ല. അപ്പൊ പാർട്ടിക്കാർ കൊലപാതകം ചെയ്താലും ബലാത്സംഗം ചെയ്താലും അല്ലേ എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കും എന്നുള്ള നിലപാടാണ് സർക്കാരിന്റെ. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ എന്ത് സംഭവിച്ചുവെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. സംസ്ഥാനത്തിന് അഭിമാനകരമായ കാര്യമല്ല നടന്നതെന്നും മുഖ്യമന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം. അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും. ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളും ഉണ്ടാകും. ഇപ്പോൾ തന്നെ അപ്പീൽ പോകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.